തന്നെയാണ്. ചരിത്രപരമായ വിജയമെന്ന് അവകാശപ്പെടാവുന്ന തരത്തിലുള്ള ഒരു വിജയമാണ് UDF ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് എക്സിറ്റ് പോൾ സർവേകളേക്കാൾ അപ്പുറം, സർവേകളിൽ പറഞ്ഞതിനേക്കാളും അപ്പുറം വലിയൊരു വിജയം UDF നേടിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഇപ്പം ധന്യെ പോലെ ചുരുക്കം ചില ജേർണലിസ്റ്റുകളാണ് ഇതിന് UDF ഇത്ര വലിയൊരു തരംഗം ഉണ്ടാകും എന്ന് പറഞ്ഞതും ഒരു 100-നപ്പുറം സീറ്റ് കിട്ടുന്നു. പക്ഷെ അപ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ളവർ ഒരു ട്രെൻഡ് UDF അനുകൂലമാണെങ്കിലും ഒരു 90-ൽ താഴെ സീറ്റുകൾ നേടിയിട്ട് UDF വിജയിക്കും എന്നാണ് നമ്മൾ കണക്ക് കൂട്ടിയത്. പക്ഷെ ആ കണക്കൂട്ടലുകൾ പാടെ തെറ്റിയിട്ടുള്ളൊരു വിജയമാണ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ ചില ഏതോളം 5 ജില്ലകൾ പൂർണ്ണമായിട്ടും തന്നെ LDF കൈവിടുകയും LDF ശക്തി കേന്ദ്രങ്ങളായി കഴിഞ്ഞ തവണ എന്നിരുന്ന കോഴിക്കോടും പത്തനംതിട്ടയും ഓരോ സീറ്റ് കൊണ്ട് കൈച്ചലാക്കുകയും ചെയ്യപ്പെടുന്നു. അതിനപ്പുറം ഈ പറയുന്ന നമ്മളൊരിക്കലും തകരില്ല എന്ന് കരുതിയിട്ടുള്ള ചില കോട്ടകൾ എന്ന് പറയാവുന്ന മണ്ഡലങ്ങൾ തകർന്നടിക്കുകയും സാക്ഷാൽ പിണറായി വിജയൻ ഒരു വേള പരാജയത്തിന് അടുത്തുവരെ എത്തുകയൊക്കെ ചെയ്ത തരത്തിൽ എല്ലാം കൊണ്ടും വളരെ ഒരു എല്ലാം കൊണ്ടും ഒരു സർപ്രൈസ് തിരഞ്ഞെടുപ്പെന്ന് ഞാൻ പറയുമ്പോൾ തനിക്ക് ആ സർപ്രൈസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയുടെ മുൻ നിരീക്ഷണങ്ങളെന്ന് മനസ്സിലായി. എങ്കിലും ഇങ്ങനെ ഒരു വിജയം എങ്ങനെ സംഭവിച്ചു? അതായത് ഇപ്പോൾ 100-ൽ കൂടുതൽ സീറ്റ് 102 എന്ന് പറഞ്ഞിട്ടാണല്ലോ ഇപ്പൊ നിൽക്കുന്നത് എന്നല്ല, ഇനി അത് മാറാനുള്ള സാധ്യതയൊന്നുമില്ല. 35, 3, 30 എന്നുള്ള രീതിയിലാണ് സീറ്റ് നിലനിൽക്കുന്നത്. പക്ഷേ സത്യത്തിൽ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ 99 മുതൽ ഇത്ര വരെ സീറ്റുകൾ ഒരുപക്ഷെ UDF പോയേക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു നമ്മൾ വെച്ചിരുന്നത്. 120 വരെ എക്സ്റ്റെൻഡ് ചെയ്യാം എന്നുള്ളതായിരുന്നു. പക്ഷെ സത്യത്തിൽ ഈ വിജയവുമല്ല, ഞാൻ പ്രതീക്ഷിച്ചത് ഒരു 3-4 സീറ്റുകളും കൂടെ ഈ UDF ഒപ്പം നിൽക്കും എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു കണക്കൂട്ടലുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ അത് പൂർണ്ണമായിട്ടില്ല, പക്ഷെ ആ മണ്ഡലങ്ങളിലൊക്കെ അതിശക്തമായ മത്സരമാണ് നടന്നത്. ഗുരുവായൂർ നടന്നത്, ഇവിടെ അഴീക്കോട് നടന്നത്, ഇതൊക്കെ നമ്മൾ ശരിക്കും UDF ഒരു പക്ഷേ സാധ്യത കൂടുതൽ കൽപ്പിച്ചിരുന്ന മണ്ഡലങ്ങൾ. കോന്നിയിൽ പക്ഷെ നമ്മളൊരു ചാൻസ് ആയിരുന്നു വെച്ചിരുന്നത്, ഒരു അൺസർട്ടൺ ആയിരുന്നു വച്ചിരുന്നെങ്കിൽ പോലും ബാക്കിയുള്ള പല സ്ഥലങ്ങളിലും നമ്മൾ ടൈറ്റായിട്ട് മത്സരം വിചാരിച്ചിരുന്ന സ്ഥലങ്ങളിലെല്ലാം അത് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം ഫലം മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പക്ഷെ എങ്കിൽ പോലും നമ്മൾ പറഞ്ഞൊരു കണക്ക്, അത് എക്സിറ്റ് പോളുകൾ വന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. എക്സിറ്റ് പോളുകളല്ല ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളന്ന് സംസാരിച്ചത്. എക്സിറ്റ് പോളുകളല്ല, അടിയൊഴുക്കുകളാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഈ അടിയൊഴുക്കുകൾ ഒരിക്കലും എക്സിറ്റ് പോളുകളിൽ പ്രതിഫലിക്കില്ല. അടിയൊഴുക്ക് എവിടുന്നാണ് വരുന്നത്? പാർട്ടികളിൽ നിന്നുണ്ടാവുന്ന വോട്ട് ചോർച്ചയാണ്. ഈ വോട്ട് ചോർച്ചയാണ് കണ്ണൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ, അതായത് ധർമ്മടം പോലൊരു സ്ഥലത്ത് പിണറായി വിജയനെ പോലൊരു നേതാവ് 10 വർഷം കേരളം ഭരിച്ച ക്യാപ്റ്റൻ എന്നുള്ളൊരു ഫേസ് വെച്ചിട്ട് LDF ക്യാമ്പയിൻ നടത്തിയത് അദ്ദേഹത്തെ വെച്ചുകൊണ്ടാണ്. അദ്ദേഹത്തിന് അവിടെ അദ്ദേഹം വിജയിക്കുന്നു. പക്ഷെ വിജയിക്കുമ്പോൾ പോലും 6 റൗണ്ട് എണ്ണുമ്പോൾ അദ്ദേഹം താഴത്തേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നൊരു നമ്മൾ കണ്ടല്ലോ. അങ്ങനെ ഒരു അവസ്ഥ കണ്ണൂര് പോലത്തെ ഒരു സ്ഥലത്ത്, ധർമ്മടം പോലത്തെ ഒരു സ്ഥലത്ത് പിണറായി വിജയനെ നേരിടേണ്ടി വരുമെന്ന് നമുക്ക് സ്വപ്നത്തെ പോലും ഒരുപക്ഷെ വിചാരിക്കാൻ പറ്റില്ല. ഇന്ന് ഞാൻ പലപ്പോഴും വിചാരിക്കുന്നത്, ഈ ധർമ്മടത്ത് പിണറായി വിജയന്റെ ലീഡ് പല റൗണ്ടിലും താഴ്ന്നു എന്ന് പറയുമ്പോൾ എതിർ സ്ഥാനാർത്ഥി ആരാണെന്ന് ഇപ്പോഴും അന്വേഷിക്കും ആൾക്കാർ. കാരണം വെച്ച് കഴിഞ്ഞാൽ പിണറായി വിജയൻ എതിരായിട്ടുള്ള ഒരു ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥി ഉണ്ട് എന്നുള്ളത് പോലും നമ്മൾ കരുതുന്നില്ല. കാരണം അതൊരു അബ്സല്യൂട്ട് വിജയം എന്നുള്ള രീതിയിലേക്കാണല്ലോ നമ്മൾ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ അവിടെ പോലും വന്നിരിക്കുന്ന വീഴ്ച, അതായത് പിന്നെ ഈ ജയിച്ച കണ്ണൂരത്തെ പല മണ്ഡലങ്ങളും, ഈ മണ്ഡലങ്ങളിൽ സംഭവിച്ചിട്ടുള്ള വളരെ ഇഞ്ചോടിഞ്ച് നിന്ന് പോരാടിയൊക്കെയാണ് പല സീറ്റുകളും മത്സരിച്ചത്. പ്രത്യേകിച്ച് അഴീക്കോടൊക്കെ അവരൊക്കെ ജയിച്ചു പോകുന്നത് തോറ്റു എന്ന് വരെ ഒരു ഘട്ടത്തിൽ എടുത്തിട്ട് പിന്നെ പല മണ്ഡലങ്ങളും തളിപ്പറമ്പിലെ ചെയ്യാം. തളിപ്പറമ്പ് നമ്മൾ അപ്പോഴും കൊടുത്തിരുന്ന ഒരു അൺസർട്ടനിറ്റിയിലായിരുന്നു കേട്ടോ. തളിപ്പറമ്പിൽ പോലും ഇപ്പൊ നമ്മൾ അൺസർട്ടൻ ആണ് വെച്ചിരുന്നെങ്കിൽ പോലും തളിപ്പറമ്പ് വരെ ഒരു പക്ഷേ TK ഗോവിന്ദൻ ഉൾപ്പെടെ UDF മാറിയേക്കാം എന്നുള്ളൊരു കൺസെപ്റ്റ് നമുക്കുണ്ടായിരുന്നു. അതിന്റെ പ്രധാന കാരണം കണ്ണൂര്, കോഴിക്കോട് ഭാഗങ്ങളിൽ നടക്കുന്ന CPM പോരും ഒരു ഒറ്റ നേതൃത്വത്തിന്റെ കീഴിലല്ല അവിടെ നമ്മൾ വിചാരിക്കുന്ന ഈ പിണറായി വിജയൻ എന്നൊരു ക്യാപ്റ്റന്റെ നേതൃത്വത്തിൽ പാർട്ടി ഒരൊറ്റ ഘടകമായി നിൽക്കുമെന്നാണ് നമ്മളൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അവിടെ നിന്ന് പോരാടുന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. പേരാമ്പ്ര ഉൾപ്പെടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പേരാമ്പ്രയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ച അതേ സാധനം തന്നെയാണ് ഇപ്പൊ പ്രതിഫലിച്ചിരിക്കുന്നത് ഞാൻ പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേ വരെ ഇളകാത്ത കോട്ടകളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പേരാമ്പ്രയുടെ ഇളകിയത്. എന്നുവെച്ചാൽ പേരാമ്പ്ര ഞാനൊരു സ്പെസിമെൻ ആയിട്ട് വെക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് കണ്ണൂര് സംഭവിച്ചിരിക്കുന്നത്. കണ്ണൂര് ഒരിക്കലും ഇളകില്ല എന്ന് തീരുമാനിച്ചിരുന്ന പല സ്ഥലങ്ങളും പല നേതാക്കളും വിട്ടുപോരുന്നു. നേതാക്കൾ വിട്ടുപോരുമ്പോൾ തന്നെ അവിടെ എന്തോ അസ്വസ്ഥത വളരെ രൂക്ഷമായിട്ടുണ്ട് എന്നുള്ളതാണല്ലോ നമുക്ക് പ്രകടമാകുന്ന വിഷയം. അപ്പൊ എന്തുകൊണ്ടാണ് ഈ നേതൃത്വത്തോട്
ആളുകളുടെ വിയോജിപ്പ്, പാർട്ടിക്കുള്ളിലുള്ള വിയോജിപ്പ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അടിയൊഴുക്ക് എവിടെയാണ് സംഭവിക്കുക? പാർട്ടിക്കുള്ളിലുള്ള വോട്ട് ചോർച്ച. അത് നമ്മൾ എക്സിറ്റ് പോളുകളിൽ ഉറപ്പായിട്ടും പ്രതിഫലിക്കില്ല. അത് ഉറപ്പായിട്ടും ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നമുക്ക്, ഞാൻ പറയട്ടെ, ഈ CPM വിശകലന യോഗങ്ങളിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്ക് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ന്യൂനപക്ഷ കൺസോളിഡേഷൻ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. വലത് മലബാർ സൈഡിലേക്കാണെങ്കിൽ മുസ്ലിം വിഭാഗത്തിന് പ്രാമുഖ്യം ഉള്ള ഒരു കൺസോളിഡേഷനും, തെക്കൻ ജില്ലകളിലേക്കാണെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന് പ്രാമുഖ്യമുള്ള ഒരു കൺസോളിഡേഷനും ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഈ കൺസോളിഡേഷൻ കൊണ്ടൊന്നും നേടാൻ പറ്റുന്ന വിജയമല്ല ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിലൊരു അനക്കം സംഭവിച്ചിട്ടുണ്ട്. അതും രാകേഷ് നോക്കണം. നമ്മൾ പ്രവചിച്ചതായിരുന്നു, നമ്മൾ പറഞ്ഞതായിരുന്നു കോഴിക്കോട് ബേപ്പൂരാണ്, 2 മണ്ഡലങ്ങളാണ് ഞാൻ സാധ്യത കൊടുത്തിരുന്നത്. ഒന്ന് തിരുവമ്പാടിയും ഒന്ന് ബേപ്പൂരും. ബേപ്പൂര് മാത്രമാണ്, ബാക്കി മലപ്പുറത്തിന്റെ അതേ അവസ്ഥയായിരിക്കും കോഴിക്കോട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് അതുപോലെയാണ്. അത് കോഴിക്കോടെന്ന് ഒരു മനുഷ്യനും ഒരാൾക്കും, ഈ എത്ര രാഷ്ട്രീയം വിശകലനം ചെയ്യുന്ന ആൾക്കും കോഴിക്കോട് മുഴുവൻ സീറ്റ് UDF കൊടുക്കുക എന്നുള്ളത് സങ്കല്പിക്കാൻ പറ്റില്ല. എപ്പോഴാണ്? പഴയ ഒരു കോഴിക്കോടായിരുന്നെങ്കിൽ. പക്ഷെ ഇപ്പൊ പാർട്ടിക്കുള്ളിലുള്ള ഉൾപോരുകളും അവിടെയുള്ള പ്രശ്നങ്ങളും ഈ നേതൃത്വത്തോടുള്ള വിയോജിപ്പുകളും ഒക്കെ പരാതികളായിട്ടും അല്ലാതെയും പൊട്ടലും ചുറ്റിലും നടക്കുന്ന കോഴിക്കോടും, പിന്നെ സ്വാഭാവികമായിട്ട് ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. തിയറി ആയിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഇവിടെ ഭരണവിരുദ്ധ തരംഗം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എക്സിറ്റ് പോളുകൾ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഭരണവിരുദ്ധ തരംഗമാണ് വന്നത് എന്ന് ഞാൻ അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശരിക്കും MLA-മാരോടും മന്ത്രിമാരോടും ഒക്കെ താല്പര്യമുള്ളവർ പോലും ഈ സർക്കാർ, ഇപ്പം നമ്മൾ കൊടുത്ത വാർത്തകൾക്കുള്ളിൽ തന്നെ കമൻറ്റുകൾ കാണുന്നുണ്ടായിരുന്നു. അതായത് LDF വന്നാൽ കുഴപ്പമില്ലായിരുന്നു, ഈ മന്ത്രിമാർ വന്നാൽ കുഴപ്പമില്ലായിരുന്നു, MLA-മാർ വന്നാൽ കുഴപ്പമില്ല, പക്ഷെ പിണറായി വിജയൻ എങ്ങനെയെങ്കിലും പോയി കിട്ടിയാൽ മതിയായിരുന്നു ഞങ്ങൾക്കെന്ന് ആളുകൾ തുറന്നു പറയുന്നത്. അത് അതിലെ എൻ്റെ ഒരു വിശകലനം വെച്ചിട്ട് പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ നമ്മളിത് പലപ്പോഴും എനിക്ക് തോന്നുന്നു ഇലക്ഷന് മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫേസ് LDF അല്ലാതെ മറ്റാരുണ്ടെന്നല്ല ചോദിക്കുന്നത്, പിണറായി വിജയൻ അല്ലാതെ നിങ്ങളുടെ മുന്നിൽ മറ്റാരുണ്ടെന്നുള്ളതാണ് കേരളത്തിൽ തെക്കൻ ജില്ല മുതൽ വടക്കൻ ജില്ല വരെ ഓരോ മുക്കിലും മൂലയിലും വെച്ച ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്നത്. ആ പിണറായി വിജയൻ സ്വന്തം മണ്ഡലത്തിൽ അത്രയും തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യാമ്പയിൻ അല്ലേ പ്രശ്നമായത്? ഒരു പക്ഷേ വേറെ ഏതെങ്കിലും ഒരു ഫേസിനെയാണ് LDF ഉയർത്തിക്കൊണ്ടുവന്നിരുന്നെങ്കിൽ, ഫോർ എക്സാമ്പിൾ ശൈലജ ടീച്ചറെ പോലുള്ള ഒരാളെ ഒരു ക്യാപ്റ്റൻഷിപ്പിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഇതായിരിക്കില്ല കേരളത്തിൻ്റെ മറുപടി എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, പൊതുവെ സ്വാഭാവികമായിട്ടും 10 വർഷം ഭരിച്ച ഒരു സർക്കാരിനുണ്ടാവുന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ സംഭവിക്കും. അപ്പം അങ്ങനത്തെ എല്ലാ ഫാക്ടറുകളും, സാമുദായികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് ഭൂരിപക്ഷ സമുദായത്തോടൊപ്പം നിൽക്കും, അപ്പോഴും CPM പറഞ്ഞത് ഭൂരിപക്ഷ സമുദായങ്ങൾ നമ്മളുടെ ഒപ്പം നിൽക്കും എന്നുള്ളത് കൺസിഡർ, പക്ഷെ അതും നടന്നില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ മണ്ഡലങ്ങളിലെല്ലാം, അതായത് പാർട്ടി ജയിക്കും എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന മണ്ഡലങ്ങളിൽ പോലും പാർട്ടി ജയിക്കാൻ സാധ്യതയില്ല എന്ന് നമുക്ക് മനസ്സിലായിരുന്നു. അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ സാധാരണ പാർട്ടി പ്രവർത്തകരും സാധാരണ ആൾക്കാരുമായിട്ടുള്ളവരോട് സംസാരിക്കുക. പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്തിരുന്ന ഒരു 10 കുടുംബങ്ങളോട് സംസാരിച്ചാൽ തന്നെ നമുക്ക് ഒരു സ്പെസിമെനായിട്ട് എടുത്താൽ നമുക്ക് മനസ്സിലാകാവുന്ന കാര്യമായിരിക്കും എന്ത്, ഇവിടെ ഇതിനല്ലാത്തൊരു ട്രെൻഡുണ്ട്. എങ്ങനെയാണ്? അത് പറയുന്ന ട്രെൻഡല്ല, അതൊരു TV ചാനലുകാർ വന്നിട്ടോ ഇല്ലെങ്കിൽ നമ്മൾ ചെന്നിട്ടോ ചോദിക്കുമ്പോൾ പറഞ്ഞിട്ട് ഉണ്ടാകുന്ന ട്രെൻഡല്ല. പക്ഷെ അത് അവരുടെ ഒരു തീരുമാനമാണ്. ആ തീരുമാനം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പൾസ് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ എക്സിറ്റ് പോൾ അല്ല, ബാക്കിയുള്ളവർ പറയുന്നതല്ല. ഇതിനകത്ത് സത്യത്തിൽ അങ്ങനെ പോലും ആലോചിക്കണം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ ഇന്ന് വിധി ഉണ്ടാവും എന്ന് പറഞ്ഞ വീഡിയോയിൽ വരെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ഇത് ശരിക്കും 2021 സെറ്റിങ്ങിൽ വെച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ ആലോചിക്കുന്നത്. 2016 വരെ അങ്ങനെയല്ല. 2016 ഇപ്പം ഈ ഒരു ഭരണം മാറി അടുത്ത ഭരണം വരുമ്പോൾ ഇത്രയും വരുന്ന സമയത്ത് നമുക്ക് ഇത്രയും ചിലപ്പോൾ ഞെട്ടലുണ്ടായിന്ന് വരില്ല. കാരണം എന്ന് വെച്ചാലുണ്ടല്ലോ, 2021 ഒരു തുടർ ഭരണം വന്നൊരു വേറൊരു സെറ്റിംഗ് ഉണ്ടായത് കൊണ്ടാണ് നമ്മൾ 2026 കുറിച്ച് വേറൊന്നും ആലോചിക്കുന്നത്. ഇത് വീണ്ടും ഒരു തുടർ ഭരണം, ഒരു 3ാം ഭരണം വരുമോ എന്നുള്ളത് ആലോചന പോലും വരുന്നത് ആ സെറ്റിങ്ങിൽ നിന്നുകൊണ്ടാണ്. അതർവൈസ് ഇത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഇത്രയും വലിയൊരു വിജയം സ്വാഭാവികമായിട്ടും ഇങ്ങനെ കുറേ ഫാക്ടറുകൾ തന്നെയായിരിക്കും വർക്ക് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വടക്കൻ കേരളത്തിൽ അങ്ങനത്തെ ഒരു അടിയൊഴുക്ക് സംഭവിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുണ്ട്. തെക്കൻ കേരളത്തിൽ പോലും പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ആലപ്പുഴ പോലുള്ള ജില്ലകൾ രാജേഷ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം ആലപ്പുഴ എങ്ങനെയാണെന്നാലും കുറച്ച് മണ്ഡലങ്ങളും കൂടെ നിൽക്കുന്ന ഇതായിരുന്നു. പക്ഷെ സുധാകരൻ്റെ
അതും നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതിനോടും പലർക്കും സുധാകരൻ ജയിക്കുമോ എന്നുള്ള പോലെ ആൾക്കാർക്ക് സംശയമായിരുന്നു. പക്ഷേ സുധാകരൻ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് അപ്പോഴും നമുക്ക് ഒരു 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 പ്രഡിക്ഷൻ ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സുധാകരനുമായി ബന്ധപ്പെട്ട ആ ഒരു ഇഷ്യൂവിലും ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കൂടെ ചേരുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ 3 സീറ്റുകൾ മാത്രമാണ് കിട്ടുക എന്നുള്ള സംഭവം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചേർത്തലയും മാവേലിക്കരയും ചെങ്ങന്നൂരൊക്കെ ലീഡ് നില വളരെ കുറവാണ് ശരിക്കും. സജി ചെറിയാൻ്റെ ലീഡ് നോക്കുമ്പോൾ 8000 സംതിങ് വോട്ടിലേക്ക് അത് ഒതുങ്ങിപ്പോകുന്ന ഒരു സംഗതി ഉണ്ടായിരിക്കുന്നത്. കൊല്ലം ജില്ല രാജ്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഈ BJP അക്കൗണ്ട് തുറന്നു, BJP ഒരു പ്രാമുഖ്യം വധിച്ചു. എങ്ങനെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റുകൾ BJP പിടിക്കുകയാണ്. നമ്മൾ പോലും പറഞ്ഞിരുന്ന 0 മുതൽ 2 വരെ സീറ്റുകളാണ്, പക്ഷെ ഇപ്പൊ 3 സീറ്റാണ് പിടിക്കുന്നത്. രാകേഷിന് അതിനോട് എങ്ങനെയാ തോന്നുന്നത്? ഞാൻ അതിലേക്ക് വരാൻ മുമ്പ് എനിക്കൊരു കാര്യം കൂടെ പറയണം. ഇപ്പം ബിനീഷ് കോടിയേരിയുടെ പോസ്റ്റ് തന്നെ ശ്രദ്ധിച്ചായിരുന്നു. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ബിനീഷ് കോടിയേരിയുടെ ഒരു പോസ്റ്റ് വന്നിരുന്നു. അപ്പം അതിനകത്ത് പുള്ളി പാർട്ടി നേതൃത്വത്തിന് നേരിട്ട് ഉന്നമിച്ചിട്ട് തന്നെ സംസാരിക്കുന്നത്. അതായത് കോടിയേരി ആയിരുന്നെങ്കിൽ എന്ന്, പാർട്ടി സെക്രട്ടറി ആയിരുന്നെങ്കിൽ എന്ന് ചില സഖാക്കൾ പോസ്റ്റ് ഇട്ടത് പുള്ളി ഷെയർ ചെയ്യുവാണ്. പക്ഷേ അതിനകത്ത് ബിനീഷ് പറയുന്നൊരു കാര്യമുണ്ട്. പാർട്ടിയുടെ തോൽവിയല്ല ഇത്, പാർട്ടിയിലെ വ്യക്തികേന്ദ്രീകൃതമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഞാൻ പിണറായിലേക്ക് പോകുന്നു. പിണറായി മാത്രമല്ല ഈ തോൽവിയുടെ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം. ഈ ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള പാർട്ടി നേതൃത്വം കൂടെ ഉണ്ട്. ഈ പാർട്ടി പറയുമ്പോഴത്തേക്ക് നമ്മൾ CPM മാത്രമായിട്ട് നിർത്തുകയും ചെയ്യും. ഈ BJP-യിലേക്ക് ഞാൻ വരാം. BJP അക്കൗണ്ട് തുറന്ന ഒരു മണ്ഡലം CPIയുടെ മണ്ഡലമായിരുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പരാജയം നമ്മൾ CPIക്ക് നേടിയിരിക്കുന്ന പരാജയം അതിഭീകരമായിട്ട് പരാജയം. അവർ കഴിഞ്ഞ പ്രാവശ്യം 15 അംഗത്തിൽ 6ലേക്ക് വന്നു. അപ്പോൾ ഇതിനകത്ത് BJP-യുടെ പരാജയം BJP-യുടെ വിജയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CPM-ൻ്റെ മറ്റൊരു തരം പരാജയം കൂടിയാണ്. കാരണം CPM ഇപ്പോഴും കാൽച്ചോട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് CPM അറിയുന്നില്ല. പകരം ഈ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ, അതായത് അണികളാണെങ്കിലും പാർട്ടി നേതൃത്വത്തിലുള്ളവരാണെങ്കിലും ഈ പാർട്ടി നേതൃത്വത്തോട് ചൂണ്ടിക്കാണിക്കുമ്പോൾ ചിരിച്ചു തള്ളുക, അല്ലെങ്കിൽ എന്താ പറയണം, നമ്മൾ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി സ്റ്റൈലാ, മനസ്സിലായില്ലേ? അവർ പറയുന്ന കാര്യങ്ങൾ വീട്ടിൽ പോയി പറഞ്ഞത്. കാരണം ഈ CPM-ൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ശക്തി എന്ന് പറയുന്നത് ബ്രാഞ്ച് ഘടകങ്ങളാണ്, ബ്രാഞ്ച് കമ്മിറ്റികളാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പോലും ബ്രാഞ്ച് കമ്മിറ്റികൾ ശക്തമല്ല. കാരണം ബ്രാഞ്ചിൽ പ്രവർത്തിക്കുമ്പോഴാണ് അടിസ്ഥാന വിഷയങ്ങൾ അറിയണത്. ഇപ്പോൾ ചാത്തന്നൂർ കഴിഞ്ഞ തവണ സെക്കൻഡ് വരുന്നതാണ്. അപ്പോൾ അവിടെ ഇത്തവണ നല്ലൊരു സ്ഥാനാർത്ഥി വരണം, അല്ലെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ മുറിവുണ്ടായിട്ട് മുറിവ് അത് പഴുത്തതായി പോയിട്ട് നമ്മളവിടെ പോയിട്ട് മരുന്ന് തേച്ചത് പെട്ടെന്ന് ഉണങ്ങുമെന്ന് ചിന്തിക്കുന്ന അത് അബദ്ധമാണ്. അതാണ് CPM-നെ CPI-യെ സംബന്ധിച്ച് എഴുതിയിരിക്കുന്നത്. CPM-ൻ്റെ BJP അക്കൗണ്ട് തുറന്നെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട അതിന്റെ ഇടയ്ക്ക് ചെറിയൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്. ഇപ്പം ഈ ക്യാമ്പയിൻ തന്നെ ഇല്ലേ, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമ്മൾ എപ്പോഴും സംസാരിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വികസനം, അതായത് ഇവർ പറയുന്ന വികസനം, അതായത് CPM-കാർ മുന്നോട്ട് വെച്ച LDF മുന്നോട്ട് വെച്ച വികസനം എന്നുള്ള ഉപരിയായിട്ട് പിണറായി വിജയൻ എന്നൊരു ക്യാപ്റ്റനെ അല്ലാതെ ഇവർക്ക് വേറെ ഒന്നും ചൂണ്ടിക്കാണിക്കാനില്ല. ആൾക്കാർ എന്തിനു വോട്ട് ചെയ്യുന്നു? രാകേഷിന് ചിലപ്പോൾ വിയോജിപ്പുകൾ ഉണ്ടാവാം ഞാൻ പറയുന്നതുകൊണ്ട്, പക്ഷെ ആൾക്കാർ എന്തിനാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, അതായത് എനിക്ക് വേണ്ടിയിട്ട്, ഞാൻ നയിക്കുന്ന ഒരു ടീമിന് വേണ്ടിയിട്ട് നിങ്ങൾ വോട്ട് ചെയ്യൂ എന്നുള്ള ഒരു ക്യാമ്പയിൻ അല്ലാതെ അതിനകത്തേക്ക് ചുരുങ്ങിപ്പോയതാണ് യഥാർത്ഥത്തിൽ. ഞാൻ പറയട്ടെ, ഇപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊക്കെ വളരെ ചെറുതായിരുന്നപ്പോഴുള്ള കാര്യമാണ്, അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടുള്ള എങ്കിലും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവിടെ വേതനം പ്രഖ്യാപിച്ച സമയത്ത് അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പിനെ UDF നേരിട്ടത് അതും കൂടെ ക്യാമ്പയിൻ ചെയ്തുകൊണ്ടായിരുന്നു. അപ്പോൾ അന്ന് CPM LDF എടുത്തൊരു സ്റ്റാൻഡുണ്ട്. എന്താണെന്നറിയാമോ? ഇത്തരം ജനങ്ങൾക്ക് കൊടുക്കുന്ന ഇത്തരം ആനുകൂല്യങ്ങൾ അത് അവർക്ക് കിട്ടേണ്ടതാണ്, സർക്കാർ ജനങ്ങൾക്ക് കൊടുക്കേണ്ടതാണ്. പക്ഷേ അതിനെ സർക്കാരിൻ്റെ ഔദാര്യം എന്നുള്ള രീതിയിൽ ക്യാമ്പയിൻ ചെയ്യുന്നത് നാണക്കേടാണ്, ഇല്ലെങ്കിൽ അത് ക്യാമ്പയിൻ ചെയ്യുന്ന രീതി ശരിയല്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു നിലപാട് അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഞങ്ങൾ പെൻഷൻ തന്നില്ലേ, ഞാൻ പറഞ്ഞത് നേതാക്കൾ ചിലപ്പോൾ ഇത് പറഞ്ഞു തരില്ല, പക്ഷേ എങ്കിലും താഴെത്തട്ടിലുള്ള ക്യാമ്പയിനിങ്ങിൽ പെൻഷൻ തന്നില്ലേ, ഇല്ലെങ്കിൽ ഇന്ന ആനുകൂല്യങ്ങൾ തന്നില്ലേ, അതുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യൂ എന്ന് പറയും, അല്ലെങ്കിൽ നിങ്ങൾക്ക് റോഡ് ഉണ്ടാക്കി തന്നില്ലേ, നിങ്ങൾക്ക് പാലം ഉണ്ടാക്കി തന്നില്ലേ, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വരണം. അത് ശരിയല്ല ആ രീതി എന്ന് പറഞ്ഞവർ തന്നെ ആ തരത്തിൽ വോട്ട് ചോദിക്കുമ്പോൾ, ഇല്ലെങ്കിൽ ഒരാളെ സെൻറ്റർ വെച്ചുകൊണ്ട് ഇയാൾ നാടിന് നയിക്കും, വികസനം ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രാഷ്ട്രീയം പറയാതെ നേരിടുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ്
ഇന്ന് സത്യത്തിൽ ഇതിലും വലിയൊരു തിരിച്ചടി സംഭവിക്കേണ്ടായിരുന്നു. പക്ഷെ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ടാണ് ഇത്രയെങ്കിലും ഒതുങ്ങിപ്പോയതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിനകത്ത് ഒരു തമാശ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേമ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു വെച്ചാൽ അത് ജനങ്ങൾ, അത് ഈ കേരളത്തിൽ മാത്രമല്ല, നമ്മൾ ലോക രാജ്യങ്ങളിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ലേ, അത് സർക്കാരിൻ്റെ കടമയാണെന്നും ഞങ്ങൾക്കത് കിട്ടേണ്ടതാണെന്നും വിശ്വസിക്കുന്നവരാണ് ജനങ്ങളെല്ലായിടത്തും. മനസ്സിലായില്ലേ? അല്ലാതെ ഇവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ ചെയ്തു, പക്ഷെ ആ ചെയ്തതിന് മുമ്പിൽ ഇവർ ഞങ്ങൾ എന്നൊരു പദം ചേർത്തു, അല്ലെങ്കിൽ ഞങ്ങൾ കർത്താവ് ചമഞ്ഞു ഇവർ ഞങ്ങൾ ചെയ്തു. അപ്പം ജനങ്ങൾക്ക് തോന്നുന്നു വെച്ചാൽ നമ്മുടെ ഈ അഭിമാനബോധത്തെ കുറേയൊക്കെ വരും. എനിക്കത് കോൺട്രഡിക്ഷനായിട്ട് തോന്നിയത്, പിണറായി ലൈഫ് പദ്ധതിയിൽ വീടൊക്കെ വെക്കുമ്പോൾ അവിടെ ഞങ്ങൾ മറ്റേ കേന്ദ്രത്തിലെ പോലെ പേരൊന്നും എഴുതി വെക്കില്ല, അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യില്ലെന്ന് അവർ പറയുമല്ലോ. പക്ഷെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെന്നറിയും, ഞങ്ങൾ ചെയ്തത്, ഞങ്ങൾ തന്നത്, ജനങ്ങൾ രണ്ട് രീതിയിലാണ് എടുത്തത്. ഒന്നിനും നമുക്ക് കിട്ടേണ്ട സാരിയല്ലേ. ഇപ്പം ക്ഷേമ പെൻഷൻ എന്നുള്ളത് ഇവിടെ ഉണ്ടായിരുന്നതാണ്, അത് 2000 രൂപ സർക്കാരിൻ്റെ കടമയാണ്, ചെയ്ത് തരേണ്ടതാണ്. ഇപ്പം 3000 രൂപയ്ക്കുള്ള നേട്ടമല്ല, ഞങ്ങൾക്ക് തരേണ്ടതാണ്. പക്ഷെ ഇവരതിനെ ഈ രീതിയിൽ എന്താ പറഞ്ഞ് ഞങ്ങൾ തന്നു എന്നുള്ളതിലേക്ക് ഞങ്ങൾ തന്നല്ലോ, എനിക്ക് തോന്നുന്നു അത് മൊത്തത്തിൽ ബാധിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൺസൾട്ടേഷൻ ഉണ്ടായി, ഒരു ഏകീകരണം ഉണ്ടായി. ആ ഏകീകരണം ഏതാണെന്നറിയാമോ? അത് മുസ്ലിം ഏകീകരണമോ ക്രിസ്ത്യൻ ഏകീകരണമോ ഒന്നുമല്ല, പാർട്ടി ജനങ്ങളുടെ ഒരു ഏകീകരണം. ഏത് ഈ സംവിധാനം, പാർട്ടി സംവിധാനത്തിനെതിരെ ഒരു ഏകീകരണം ഉണ്ടായി. അതങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെ അലയടിച്ചു. രാകേഷ് അതിനെ CPM എന്ന് വന്നിട്ട് വിശാലമായ അർത്ഥത്തിൽ പറയുമെങ്കിലും ഞാൻ അതിനെ ഒരു വ്യക്തിയുടെ മുകളിൽ ഉള്ള നടത്തിയ അതായത് പാർട്ടി ഒരു ഹാളിലെ 5-6 കസേരകളിലേക്ക് ഒതുങ്ങി ഈ പാർട്ടി എന്ന് പറയുന്നത്. ഈ കസേരകളിൽ ഇരിക്കുന്ന ആൾക്കാരാണ് തീരുമാനം എടുക്കുന്നത്. മനസ്സിലായില്ലേ? അവർ വിചാരിച്ചത് ഞാനൊരു പോസ്റ്റ് കണ്ടു, എന്താ അതൊരു കമന്റ്, ഞങ്ങൾ പിന്നെ ഇവിടെ മറ്റേ പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനെ പുറത്താക്കി, അത് ജനങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ അത് ചെയ്തു, അത് ജനങ്ങൾക്കറിയാം, ഞങ്ങളെന്ന് ജനങ്ങൾക്കറിയാം. ഇവരങ്ങ് ജനങ്ങളുടെ സർവ്വ തീരുമാനങ്ങളും അല്ലെങ്കിൽ ജനങ്ങളുടെ പരിപൂർണ്ണ ഞങ്ങൾ എന്തൊക്കെ ചെയ്താലോ ജനങ്ങൾക്കറിയാം. അത് പക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോയി എന്ന് KN ബാലഗോപാൽ ഇപ്പൊ ജയിച്ചു വന്ന KN ബാലഗോപാൽ ഉൾപ്പെടെ നമ്മളടുത്ത് ഇന്റർവ്യൂ സംസാരിച്ചപ്പോൾ പോലും ഞങ്ങൾക്ക് ചില പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. ജനങ്ങളിലേക്ക് ഇത് നമ്മൾ വേണ്ട രീതിയിൽ ക്യാമ്പയിൻ എത്തിയില്ല, നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എത്തിയില്ല എന്നുള്ളത് ജനങ്ങൾക്കറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കൃത്യമായി എത്തിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷവും സമയം കിട്ടി പലതും തിരുത്താൻ. പക്ഷെ അപ്പോഴും പക്ഷെ എനിക്ക് തോന്നുന്നത് തന്നെ ഒരു 3 തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ ജനം തീരുമാനിച്ചെഴുതുന്ന കാര്യമാണ്. ജനം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് ഇപ്പം തന്നെ നേരത്തെ പറഞ്ഞ കുറച്ചും കൂടി വലിയ പരാജയത്തിലേക്ക് പോവാതിരുന്നത് അത് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ അവർ ചെയ്തിട്ടുള്ള ചില നുറുക്ക് വിദ്യകൾ കൊണ്ടിട്ട് കുറച്ച് ആൾക്കാർക്ക് ഒരു മാറ്റം വന്നല്ലാതെ പൊതുവിൽ ജനം എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. അതൊരു തിരിച്ചടി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഞാൻ ഈ പരാജയത്തിന് പൂർണ്ണമായിട്ടും ഇനി CPM ഇല്ല എന്നുള്ളതോ ഇടതുപക്ഷം ഇനി ഇല്ലാതായി എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവർ തിരിച്ചു വരാം. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇനിയുള്ള പറയില്ല, ഇത് പാർട്ടിയിൽ ഒരു സമൂലമായിട്ടുള്ള ഒരു മാറ്റം. പാർട്ടി തിരുത്തി മുന്നേറും പറഞ്ഞിട്ട് ഇനിയെങ്കിലും തിരുത്തി മുന്നേറിയാൽ ഗോവിന്ദൻ മാഷ് പാർട്ടിൽ ഇവരുൾപ്പെടെ തിരുത്തണം, ഇവർ സ്വയം തിരുത്താൻ തയ്യാറാവണം. അല്ലാതെ ഗോവിന്ദൻ മാഷിന് PK ശ്യാമളെ സ്ഥാനാർത്ഥിയാക്കേണ്ടത് ജനം അങ്ങ് അംഗീകരിച്ചോളൂ എന്നൊക്കെ പറയുന്ന തരത്തിൽ പിന്നെ അതാണ് ഇവർ തിരുത്തേണ്ടത്. അതായത് പാർട്ടി ഒരു തീരുമാനമെടുത്താൽ പാർട്ടി എന്ത് ചെയ്താലും ജനം ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, എന്താണ് തന്നെ ഇപ്പം പാർട്ടി? അതുകൊണ്ട് ഈ പാർട്ടി ഇവർ പറയുന്നല്ലോ, പാർട്ടി വിരുദ്ധ വോട്ടുകളല്ല, അതൊരിക്കലും പാർട്ടി വിരുദ്ധ വോട്ടുകളല്ല, പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള വോട്ടുകളാണ്. അതായത് CPMന് അനുകൂലമായി തീരുമാനമെടുത്തുകൊണ്ട് CPM അണികൾ UDFന് വേണ്ടി ചെയ്ത വോട്ടാണ് UDFന്റെ വിജയം ഒരു ഘടകമായിരിക്കുന്നത്. ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ഞാനും അപ്പനും സുഭദ്ര ഞാനും അടങ്ങുന്ന ട്രസ്റ്റ് ആണ് എന്ന് ചിന്തിക്കുന്നത് മാറണം. പാർട്ടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന പിണറായി വിജയൻ മുതൽ അങ്ങേ നാട്ടിൽ നിൽക്കുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള പാർട്ടി അനുഭാവി വരെ ഉൾപ്പെടുന്നതാണ് പാർട്ടി എന്ന് തിരിച്ചറിയുക. അത് CPMന് വേണം. അതായത് ഈ കാൽപ്പനികമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന CPIയും അത് അവസാനിപ്പിച്ചിട്ട് എന്താണ് വേണ്ടതെന്നുള്ളത്, എന്താണെന്ന് CPI എന്നുള്ളത് അവരും തിരിച്ചറിഞ്ഞിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇടതുപക്ഷം നിൽക്കുകയുള്ളൂ. കോൺഗ്രസിന്റെ കാര്യത്തിലൊക്കെ അത്തരത്തിൽ വലിയ മാറ്റം ഉണ്ടായി, ലീഗിന്റെ കാര്യത്തിൽ മാറ്റം ഉണ്ടായി. അവര് വലിയ തോതിൽ ഗ്രൗണ്ട് വർക്ക് ഉണ്ടായിരുന്നു.
പണിയെടുത്തത് ലീഗാണ്. അത് ഇത്രയും കാലത്തെ നമ്മൾ കണക്കുള്ളത് വെച്ചിട്ട് ഈ 5 വർഷം എന്ന് പറയുന്നത് ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പണിയെടുക്കുക. അതിൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള പുട്ടിലും ചീറ്റിലൊക്കെ ഉണ്ടെങ്കിലും ഗ്രൗണ്ടിൽ നന്നായി വർക്ക് നടന്നിട്ടുണ്ട്. അതിന്റെ ഫലം തന്നെയാണ് അവർ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഇതിന്റെ ഇടയ്ക്കാണ് ബി.ജെ.പിയുടെ കാര്യം നമ്മൾ ബി.ജെ.പിയുടെ കാര്യം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട കാര്യം തന്നെ. ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം തന്നെയാണ്, ഒരു കാര്യം വ്യക്തമാക്കി തരാം. ഇവിടെ 3 മുന്നണികളായി അല്ലെങ്കിൽ 3 പ്രധാന പാർട്ടികളായി ബി.ജെ.പി അവര് കളം പിടിച്ച് അവർ കാലുറപ്പിച്ച് ചവിട്ടിക്കഴിഞ്ഞു, അവർ നടക്കാനും തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇപ്പം ഇപ്പൊ ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലങ്ങൾ മാത്രമല്ല, അവരുടെ ബി.ജെ.പിക്ക് കിട്ടുന്ന വോട്ടുകൾ വിധി നിർണ്ണയിക്കുന്ന മണ്ഡലങ്ങളാണ് പലതും എന്നുള്ളതാണ്. അതായത് എത്ര ബി.ജെ.പി സ്ഥാനാർത്ഥി പിടിക്കുന്നു അതിനനുസരിച്ച് ഫലം മാറുന്നത് കാണാറുണ്ട്. ഞാൻ പറഞ്ഞ അത്രത്തോളം പ്രാധാന്യം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ പാർട്ടിക്ക് ഉണ്ടായിക്കഴിഞ്ഞു. വോട്ടിംഗ് ശതമാനം കൂടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അതിന്റെ കാര്യത്തിൽ സംശയമാണ്. ജയവും അത്ര മിന്നുന്ന ജയവും ഒന്നല്ല 3 സീറ്റുകളിലും കിട്ടിയിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരന്റെ ജയം കുഴപ്പമില്ല, വലിയ തട്ടുകേടിൽ അതങ്ങ് പോയി. പക്ഷെ സത്യം പറയല്ലോ രാജേഷേ, ഈ കഴക്കൂട്ടത്ത് നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന മണ്ഡലങ്ങളായിരുന്നു കഴക്കൂട്ടവും ചാത്തന്നൂരും. ഈ ചാത്തന്നൂര് എപ്പോഴും ഒരു എഡ്ജ്, അവസാനം ഒരു എഡ്ജ് ചിലപ്പം ഇടതുപക്ഷത്തിന് കിട്ടിയേക്കാം എന്നുള്ളൊരു അൺസർട്ടൺ ആയിരുന്നു. കാരണം നമ്മൾ അവിടെ പോയപ്പോഴും ഒക്കെ കണ്ടിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ. പക്ഷേ അതൊന്ന്. 2, കഴക്കൂട്ടത്ത് ഞാൻ കടകംപള്ളി ജയിക്കുകയാണെങ്കിൽ സത്യമായിട്ടും നമ്മളൊരു കണക്കൂട്ടിൽ വെച്ചിട്ട് ഞാൻ ആ മണ്ഡലത്തിൽ പോയതിനു ശേഷം പിന്നീടുള്ള കണക്കൂട്ടുകളിൽ എനിക്ക് മനസ്സിലാവുന്ന കടകംപള്ളി ചിലപ്പോൾ 10 വോട്ടിന് ജയിച്ചിരിക്കും എന്നെനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നേരെ തിരിച്ചാണ് 20 വോട്ടിന് മുരളീധരൻ ജയിക്കുക ചെയ്തത്. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിച്ചത് അവിടെ എപ്പോഴും കടകംപള്ളിക്ക് എതിരായിട്ടുള്ളൊരു നോഷൻ ഉണ്ട്. എത്ര തന്നെ അവിടെ കാര്യങ്ങൾ നടന്നാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ശബരിമല വിഷയം നടന്ന സമയത്ത്. പക്ഷേ വി മുരളീധരന് ഒരു എഡ്ജ് കിട്ടുമ്പോൾ പോലും അവിടെ ഒരുപക്ഷെ ബി.ജെ.പിയിൽ തന്നെയുള്ള പ്രശ്നങ്ങളും വി മുരളീധരന് സപ്പോർട്ട് കിട്ടായില്ല, അതൊക്കെ പലതരം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ വിജയം ഇത്രയും ചെറിയ സംഖ്യക്കായി പോകുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ പോലും പോരാടി നിൽക്കുമ്പോൾ അവസാനത്തെ എഡ്ജിൽ ഒരു 10 വോട്ടിന് കടകംപള്ളി ഒരു പക്ഷേ ജയിച്ച് കയറിയേക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു മനസ്സിലുള്ള കണക്കുകൂട്ടൽ. പക്ഷേ ആ 10 കൂടെ ചേർത്ത് വി മുരളീധരൻ 20 വോട്ടിന് ജയിക്കുന്നതാണ്. പക്ഷെ അത്ര വലിയ വിജയമാണെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. 20 വോട്ടിന് ഒരാൾ ജയിക്കുക എന്നുള്ളത് അത്ര വലിയ വിജയമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. പക്ഷെ തുറന്നു എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നേ കടകംപള്ളിയിൽ ഇപ്പൊ കോന്നിയിൽ ജനീഷ് കുമാർ ജയിച്ച പോലെ കടകംപള്ളിയായിട്ട് വ്യക്തിപരമായിട്ട് നമ്മൾ അതാണ് കടകംപള്ളി എങ്ങനെയെങ്കിലൊക്കെ കഴക്കൂട്ടുന്ന ജയിച്ചു കയറും. പക്ഷെ എനിക്ക് തോന്നുന്നു അവിടെയും പാർട്ടിയോടുള്ളൊരു വിരോധം ശക്തമായിട്ടുണ്ടായിരുന്നു, തോൽക്കണം എന്നുള്ള രീതിയിൽ. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. പിന്നെ ബി.ജെ.പിയുടെ ഇപ്പം 3 സീറ്റിനപ്പുറം ഇവർ എത്രയൊക്കെ മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് വന്നിട്ടുള്ളൂ നമ്മളൊന്ന് നോക്കേണ്ട കാര്യമുണ്ട്. കാരണം കഴിഞ്ഞ അവർ 9 അങ്ങോട്ട് വന്നിരുന്നു. ഇപ്പം 3 സീറ്റ് പിടിച്ചെങ്കിലും അവർ എത്ര സ്ഥലങ്ങളിൽ 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ടെന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട്. ആ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ? ചാത്തന്നൂരൊക്കെ കഴിഞ്ഞ ഇലക്ഷനിൽ 2ാം സ്ഥാനത്ത് വന്നതായിരുന്നു. അപ്പോഴത്തന്നെ ചാത്തന്നൂർ എഡ്ജ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നിയിരിക്കുന്നത് ഇവർക്ക് ഇപ്പം നമ്മൾ സുരേന്ദ്രനും സുരേന്ദ്രനും കെ സുരേന്ദ്രൻ്റെയാണ് നമ്മൾ ഒരു എന്താ പറയുക ജയിച്ചേക്കാമെന്ന് നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവർ നല്ല ഇപ്പം ചാത്തന്നൂർ ജയിച്ചിരുന്ന അദ്ദേഹം ഗോപകുമാർ ആ മണ്ഡലത്തിൽ സ്വീകാരനായിട്ടുള്ള ആ നാട്ടുകാരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അവിടെ അദ്ദേഹത്തിനോടുള്ള. അപ്പം ഇവർ കുറച്ചും കൂടി സ്ട്രാറ്റജിക്കലായിട്ട് നല്ല സ്ഥാനാർത്ഥികളെയൊക്കെ കണ്ടുപിടിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുക്കിയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതില് കോൺഗ്രസിന്റെ കാര്യം പറയാനുണ്ട്. ശരിക്കും കഴക്കൂട്ടത്ത് ഒരു നല്ല ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ വരികയാണെങ്കിൽ ഇവർ രണ്ടുപേരെയും ചലഞ്ച് ചെയ്തുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഒരു നിമിഷം മുന്നോട്ട് അല്ല അത്യാവശ്യം വോട്ട് പിടിച്ചു. പക്ഷെ അതിനേക്കാൾ ശക്തനായിട്ടുള്ള ഒരാൾ വരികയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഫലം ഇങ്ങനെ ആയിരിക്കില്ല. അത് ബി.ജെ.പി ആയിരിക്കില്ല വോട്ട് അക്കൗണ്ട് തുറക്കുക, വേറെ ഇല്ലെങ്കിൽ ബി.ജെ.പി ആയിരിക്കില്ല അവിടെ വരിക, ഒന്നില്ലെങ്കിൽ കാരണം അവർ കഴിഞ്ഞാഴ്ചത്തെ എന്ന് വെച്ചാൽ നിയമത്ത് കോൺഗ്രസ് മൂലം ബി.ജെ.പി തുറന്ന അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിച്ചു എന്നാണ് അവർ ആവശ്യപ്പെട്ടത്. ഇത്തവണ 3 അക്കൗണ്ടും പിന്നെ LDFന്റെ ചെലവിലാണ് അവര് തുറന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുന്ന് വോട്ട് പോയി അവിടുന്ന് വോട്ട് കിട്ടി ഇതൊന്നും ഇവിടെ ഇനി അങ്ങനെ ഒരു പറച്ചിൽ എനിക്ക് വേദന CPI പറയണം. CPI ഞങ്ങൾ ഭയങ്കര വലിയ ഈ CPM ഇപ്പൊ കുറച്ച് മൃദു ഇത് ബി.ജെ.പിയോട് കാണിക്കുന്നു എന്നൊക്കെ CPI ഇരുന്നിട്ട് വലിയ വായിൽ സംസാരിച്ചിരുന്നതാണ്. അവരുടെ മണ്ഡലത്താണ് തോറ്റുപോയത്. ഒട്ടും ഇപ്പം നേമത്തോ പാലക്കാടോ മഞ്ചേശ്വരത്തോ നമ്മളത് പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷെ ചാത്തന്നൂർ ഇവർക്ക് അറിയത്തില്ലേ? പക്ഷെ ഞാൻ ചാത്തന്നൂരും പ്രതീക്ഷിച്ചു. അല്ല ചാത്തന്നൂര് കഴിഞ്ഞ തന്നെ അറിയാം. കൊല്ലത്താണെങ്കിൽ
ആര് നിന്നാലും ജയിച്ചു പോകും എന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റിന്റെ പുറത്താണ്. കണ്ണൂര് നിന്നാൽ ആര് ജയിച്ചു പോകും, ആ കൺസെപ്റ്റിന്റെ പുറത്താണ് അങ്ങനത്തെ ഒരു സംഗതി വരുന്നത്. പക്ഷെ അതൊക്കെ മാറി കേരളത്തിൽ ശരിക്കും ഇപ്പോഴും ഇടതുത്തോണയും കഴിഞ്ഞൊരു 3 തെരഞ്ഞെടുപ്പായിട്ട് CPM തന്നെ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ജില്ല എന്ന് പറയുന്നത്, അല്ല CPM ഇടതുപക്ഷത്തിനൊപ്പം കുറച്ച് തൃശ്ശൂർ മാത്രമാണ് ഇപ്പോഴും ചിലതൊക്കെ അനങ്ങാതെ നിൽക്കണേ. പക്ഷെ ഈ മള്ളൂരൊക്കെ തോറ്റുപോയി, അതിൽ വേറെ ഘടകങ്ങളുണ്ടായിരിക്കും. പക്ഷെ ഈ CPM നമ്മൾ CPM മാത്രം കുറ്റം പറയില്ല കേട്ടോ. CPIയുടെ ഈ കാൽപ്പനികതയൊക്കെ കളഞ്ഞിട്ട് അവർ രാഷ്ട്രീയം പറയാൻ തയ്യാറല്ല. CPM ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ എന്തോ സംഭവമാണെന്ന് കരുതുകയും ഞങ്ങൾ നല്ല കമ്മ്യൂണിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് അവരുടെ പരാജയം പ്രത്യേകം എടുത്ത് പറയണം. അതെ, പക്ഷേ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം LDF എന്ന ഘടകകക്ഷികളുടെ പരാജയം. അയ്യോ, അത് പ്രത്യേകം. കാരണം ശരിക്കും LDF തകർന്നു പോയിരിക്കുന്നു, മൊത്തം തകർന്നു പോയിരിക്കുന്നു. അതിൽ നമുക്ക് പ്രത്യേകമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. കാരണം പരിപൂർണമായി കരിഞ്ഞു പോയി, കാരണം അതില്ലാതെ പോയി, മനസ്സിലായില്ല. അത് ഏകദേശം ജോസഫ് ഗ്രൂപ്പുകാർ വലിയ അവകാശവാദം നമ്മളെക്കുറിച്ച് ഇത് പറയണായിരിക്കും. പക്ഷെ ഏകദേശം 2 മന്ത്രിസ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കാനുള്ള വിജയം എടുത്തിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴത്തെ സമയത്തേക്ക് നോക്കിയോ, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ സംഭവം ഈ മെയ് അവസാനത്തിലൂടെ അത് വിഘടിക്കും. അവരത് നേരത്തെ തന്നെ പോരാനുള്ള ഇത് നിൽക്കുമായിരുന്നു, ഇപ്പം ഇനി ഇത് തകർന്നു. അപ്പൊ LDF ശരിക്കും പറഞ്ഞാൽ തോറ്റുപോരിക കേട്ടോ. LDF മൊത്തത്തിൽ നാമാവശേഷം. മുന്നണി ഇല്ലാതായി. മുന്നണി ഇല്ലാന്നല്ല, മുന്നണി ചിതറി, മനസ്സിലായില്ലേ. ഇപ്പോഴത്തെ UDF ഈ കോൺഗ്രസിനും ലീഗും ഒരു ഇതുപോലെ നിൽക്കുന്നു, ബാക്കി എല്ലാവരും തിരിച്ചു വന്നു. RMP, ജോസഫ് ഇവരെല്ലാവരും തിരിച്ചു വന്നു. ഇപ്പം നമ്മളെടുത്ത് പറഞ്ഞാൽ CP ജോണിനെ പോലെ UDF ചെയ്തിരിക്കുന്നത്. UDFന്റെ എനിക്ക് ഇഷ്ടം വന്ന കാര്യമാണ് കോൺഗ്രസ് ഇരിക്കുന്നത്. നമ്മൾ CP ജോണിനെ പോലെ ഒരു നേതാവിനെ അവർ സെൻട്രലിൽ കൊണ്ടുപോയിട്ട് അവർ ജയിപ്പിച്ചെടുത്തിരിക്കുന്നു ആ കാര്യത്തിലേക്ക്. പക്ഷേ ഇപ്പുറത്തൊന്ന് പറയുമ്പോഴത്തേക്ക് ശശീന്ദ്രനെ പോലെ അവരെ വീണ്ടും മത്സരിപ്പിക്കാൻ പോകുന്നു, കടന്നപ്പള്ളിയെ പോലെ ഒരാളെ കൊണ്ട് വീണ്ടും മത്സരിപ്പിക്കുന്നു. പറ്റില്ല. ഇപ്പൊ സുധാകരൻ ചിലപ്പോൾ പാർട്ടിക്ക് വേണമെങ്കിൽ അന്ന് കൈകാര്യം ചെയ്ത് എടുക്കാമായിരുന്ന ഒരു വിഷയമായിരുന്നു. പിന്നെ ഈ പറയുന്ന അമ്പലപ്പുഴയും ഇപ്പൊ ഈ പയ്യന്നൂരാണെങ്കിലും ഈ നമ്മുടെ തളിപ്പറമ്പേക്കാണെങ്കിലും പാർട്ടി ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ, അന്വയിപ്പിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അവിടെ ആ സമയത്ത് അവിടെ ചിരികളാണ്. അല്ല, ഞങ്ങൾ പറയുന്നതെല്ലാം അംഗീകരിച്ചോളും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ, അത് തിരുത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ തിരിച്ചു വരണം. കാരണം ഞാൻ പറയുന്നത് ഇടതുപക്ഷം ഇവിടെ നിലനിൽക്കണം. വലിയ ഫൈറ്റ്. BJPയുടെ മൊത്തത്തിലുള്ള വിജയം നോക്കണേ. ബംഗാൾ പിടിച്ചു, അസമിൽ അവർ തിരിച്ചു വന്നു. ഈ തമിഴ്നാട്ടിലെ TVK വരുന്ന കഴിഞ്ഞാൽ അവർ പിന്നെ അവരുടെ കൂടെ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർ സൗത്ത് ഇന്ത്യയിലേക്ക് വന്നു. കേരളത്തിൽ അവർക്ക് വലിയ വിശ്വാസം. 3-ന് അവർ 30 ആഘോഷിക്കുന്നത്, മനസ്സിലായില്ലേ. അപ്പം ഈ രീതിയിൽ വരുമ്പോൾ ഇടതുപക്ഷം ഇവിടെ ശക്തമായിട്ട് തന്നെ നിൽക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. പക്ഷെ തിരുത്തണം. ഞാൻ പറഞ്ഞ പാർട്ടിയല്ല തിരുത്തേണ്ടത് കേട്ടോ. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. പാർട്ടിയല്ല തന്നെയാണ് തിരുത്തേണ്ടത്. ഈ പാർട്ടിയെ നയിക്കുന്ന ആൾക്കാരില്ലേ, അവർ തിരുത്തണം. കാരണം പാർട്ടി ശരിയാണ്. പാർട്ടി ശരിയാണെന്നുള്ളതിന്റെ തെളിവാണ് ഈ വിജയമായിട്ട് ഞാൻ കാണുന്നത്. പാർട്ടി ശരിയായ പാർട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ജനങ്ങളെയാ. പാർട്ടി എന്ന് പറഞ്ഞാൽ ജനമാണല്ലോ, അല്ലാതെ നേതാക്കന്മാരല്ല. AKG സെന്റർ അല്ല പാർട്ടി. പാർട്ടി എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ്. ആ ജനങ്ങൾ ശരിയായ തീരുമാനം എടുത്തു, അത് ഇവർക്ക് മനസ്സിലാവണം. അതായത് ഗോവിന്ദൻ മാഷ് പറഞ്ഞതുപോലെ പാർട്ടി തിരുത്തുമെന്നല്ല, ഞങ്ങൾ തിരുത്തുമെന്ന് പറയട്ടെ. അവര് അങ്ങനെ പറയാനുള്ള ആർജവം ഉണ്ടാവണം. അവർ തിരുത്തട്ടെ. അങ്ങനെയാണ് ജനം കൂടുതൽ അവർ തിരിച്ചു വരും. പാർട്ടി നിലനിൽക്കണം ഇവിടെ എന്തായാലും. അപ്പോൾ നമുക്കൊരു കണക്കൂട്ടലും ഇത് വക നൽകാത്ത തരത്തിലുള്ള അത്രയും ഗംഭീരമായിട്ടുള്ളൊരു വിജയമാണ്. നമുക്ക് എങ്ങോട്ട് വോട്ട് പോയി, എങ്ങോട്ട് വന്നു, അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള പ്രസക്തിയും ഈ വിജയത്തിലില്ല. ഇതൊരു ക്ലിയർ ആയിട്ടുള്ള സർപ്രൈസ് വിജയം എന്ന് പോലും ഞാൻ പറയുന്നില്ല. കാരണം സർപ്രൈസ് അല്ല, ഇത് തീരുമാനിക്കപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ നമ്മൾ അവസാനിപ്പിക്കാറായല്ലോ. അപ്പം ഞാൻ പറയണം, അല്ലെങ്കിൽ എനിക്ക് VD സതീശനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കണം. കാരണം ഒരുപാട് ട്രോളുകളും ഒരുപാട് ആക്ഷേപങ്ങളും ഒക്കെ കേട്ട് വന്നൊരാള്, അയാള് 100-ൽ അധികം സീറ്റിനോടൊന്ന് വിശ്വാസം വന്നപ്പോൾ അയാള് വിജയിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഈ ശരിക്കും പറഞ്ഞാൽ ഒരു K കരുണാകരൻ, ഒരു ആന്റണി, അല്ലെങ്കിൽ ആ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ശക്തനായിട്ടുള്ള, ഇപ്പം അധികം പ്രസംഗം ആവുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ പറയുന്നു ഉമ്മൻചാണ്ടിയേക്കാൾ ശക്തനായിട്ടുള്ള ഒരു കോൺഗ്രസിന്റെ ലീഡറായിട്ട് ഈ സതീശൻ മാറിയിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഞാൻ
ഉമ്മൻചാണ്ടിയൊക്കെ ആയാലും മുമ്പായിട്ട് ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും കഴിയാത്തൊരു കാര്യമാണ് സതീശൻ നേടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളി ഇനി കേരളത്തിൽ എന്ത് സംഭവിക്കും, കോൺഗ്രസിനുള്ളിൽ എന്ത് സംഭവിക്കും എന്നൊക്കെ ചർച്ച അത് നമുക്ക് വീണ്ടും നിർത്തിയാലും ഇന്നത്തെ വിജയം ശരിക്കും ഇപ്പം കോൺഗ്രസിനും യു ഡി എഫിനും പരിപൂർണമായും അവകാശപ്പെട്ടതാണ്. അവർക്ക് എല്ലാ തരത്തിലുള്ള ഞാൻ ഒരു കാര്യം കൂടെ പറയാം. നമ്മളിപ്പോൾ ഈ IPL നടക്കുമ്പോൾ ഈ കൂടുതൽ സ്കോർ ചെയ്യുന്ന ആൾക്ക് നമ്മൾ ക്യാപ്പ്, ഓറഞ്ച് ക്യാപ്പും ഇതുണ്ടല്ലോ. അപ്പം പിണറായി വിജയൻ വെച്ചിരുന്ന ആ ഓറഞ്ച് ക്യാപ്പ് ഇനി ഇരിക്കുന്ന തല വി ഡി സതീശൻ്റെതാണ്.